ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അതിഗംഭീരമായ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. വി ഹാഡ് ദ ബ്രിട്ടീഷ്, വി ഹാഡ് ദ പോർച്ചുഗീസ്, വി ഹാഡ് ദ Dutch, and so many other groups who came here, plundered and then left. We also had a great king, Rama of 15th. അദ്ദേഹമാണ് 1888 മറ്റോ ഈ പറയുന്ന ബ്രിട്ടീഷുകാരിവിടെ ഷൊർണൂരിൽ നിന്ന് കൊച്ചിയിലോട്ടുള്ള റെയിൽവേ പണിയുന്ന കാര്യത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പം, അവർക്ക് അതിലേക്ക് കാശ് മുടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം ഈ രാജാവാണ് അമ്പലത്തിലെ സ്വർണം വിറ്റിട്ടാണ്, ആ പണം ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ ഷൊർണൂരിൽ നിന്ന് കൊച്ചിയിലോട്ടുള്ള റെയിൽവേ ലൈൻ പണിയുന്നതും ആ ഒരു അതിഗംഭീരമായ ഒരു സക്സസ് സ്റ്റോറിയായി മാറിയതും. അപ്പം അദ്ദേഹം ഈ പറയുന്ന രാജ്യത്തിൻ്റെ മുതലായിട്ടുള്ള അമ്പലത്തിലുള്ള സ്വർണം വിറ്റിട്ടാണ് ഇരുമ്പും മറ്റും സിമൻറ്റും മറ്റും കല്ലും മറ്റും മേടിച്ച് ആ മരങ്ങളൊക്കെ വെട്ടി ആ റെയിൽവേ ട്രാക്ക്, ഇന്ന് കൊച്ചിയിലോട്ട് വരുന്ന റെയിൽവേ ലൈൻ ബിൽഡ് ചെയ്തത്. അദ്ദേഹത്തിനെതിരായിട്ട് യൂറോപ്യൻസ്, ഇംഗ്ലീഷുകാരൊക്കെ ഇങ്ങേര് ഇത്രയും സമർത്ഥനായിട്ട് ഈ കാശ് ഉപയോഗിച്ച് ചെയ്തെന്നുള്ളതിൽ അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടായി പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം മിസ്റ്റർ ടാറ്റ ആണേലും, ടാറ്റയുടെ കമ്പനി തുടങ്ങിയത് എങ്ങനെയാണ്? അവർ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനെ മോശമായി ട്രീറ്റ് ചെയ്തു, ഒരു ഹോട്ടലിൽ പോയപ്പോൾ മുറി കിട്ടിയില്ല. അങ്ങനെയാണ് അദ്ദേഹം വാശിയോടുകൂടിയാണ് അവർക്കെതിരെ ഈ പറയുന്ന ബിസിനസ് തുടങ്ങുന്നതും ആ ബിസിനസ് സക്സസ് ആകുന്നത്. അതുപോലാണ് നമുക്ക് ആരും ഇങ്ങോട്ടൊന്നും കൊണ്ട തരത്തില്ല. നമ്മളവർക്ക് കാശ് കൊടുത്താൽ അവരെ നമ്മൾ മാനേജ് ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. സോ ദീസ് ആർ ദ വേസ് ഇൻ വിച്ച് we have to look at developing Kerala and identify the problems and make Kerala the best location. And Cochin must grow to be a 5 million members, 5 million people in ഒരു സിറ്റി ആകണം. അപ്പോൾ 5 മില്യൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോപ്പുലേഷനേക്കാളും ഇരട്ടിയാവും ഒരു 5 വർഷത്തിനാവും. അപ്പോൾ ഈ പോപ്പുലേഷൻ അനുസരിച്ച് ഹൗസിങ്ങും, അതിനനുസരിച്ച് ഫാക്ടറികളും, അതിനനുസരിച്ച് ടൂറിസത്തിനുള്ള വികസനമായ രീതിയിൽ നമുക്ക് ഒത്തിരി വാട്ടർ വേസ് ഉണ്ട്. ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള മിസ്റ്റർ സതീശൻ, he wants to build a port city based in Kerala, and I think Cochin is the perfect place. It has a natural harbour and there is Vizhinjam port nearby, which is on the international travel route. And it's a great idea, and we have like about 14 minor ports. So these ports must be built, and it must be not just the government ventures alone, it must be private initiatives. And we have limited land resources, so we must have high rise buildings. 50 നില കെട്ടിടമായിരിക്കണം കേരളത്തിലെ ഒരു 2 ഏക്കർ സ്ഥലം അല്ലെ 3 ഏക്കർ സ്ഥലത്ത് ഒരു 50 നില കെട്ടിടം, അതിന് ചുറ്റും ഗാർഡൻസും ഒക്കെ. 1 ഏക്കറിൽ കെട്ടിടം, ബാക്കി 2 ഏക്കറിൽ പാർക്കിംഗ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ്, അങ്ങനെ ആ ഗാർഡനും വാക്ക് വേയും ഒക്കെ. നമ്മുടെ റോഡുകളൊക്കെ വളരെ വീതി കുറഞ്ഞതാണ്. സോ വി നീഡ് ടു ഇംപ്രൂവ് അവർ റോഡ്സ്. ചൈനയിൽ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ പഴയ നഗരങ്ങൾ അവർ റീബിൽഡ് ചെയ്തു. എന്ത് അമേസിങ്. ഞാൻ 1 മാസം ചൈനയിലുണ്ടായിരുന്നു. അപ്പം ഈ ചൈനയിലെ നഗരങ്ങൾ സൂപ്പറായിട്ട് അവർ ടെക്നോളജി ഉപയോഗിച്ച് ഇന്നൊവേറ്റീവായിട്ട് എല്ലാവർക്കും പുതിയ വീടും ബിൽഡിങ്സും ഒക്കെ ഉപയോഗിക്കാൻ കൊടുക്കുന്ന രീതിയിൽ അവർ ചെയ്തു. നമ്മുടെയും നഗരത്തിൽ ഈ ചെളി പുരണ്ട് കിടക്കുന്ന കാടും മറ്റുമൊക്കെ ആയിട്ട് നമ്മുടെ പറമ്പൊക്കെ കിടക്കുന്നതും നമ്മൾ വൃത്തിയാക്കി വെക്കണം. ആബ്സല്യൂട്ട്ലി വി ക്യാൻ മേക്ക് ഇറ്റ് റിയലി ഗോഡ്സ് ഓൺ ലാൻഡ്, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ആ വാക്കിനെ നമ്മൾ യാഥാർത്ഥ്യമാക്കണം. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് വരണം. അപ്പം ഇവിടെ ഈ ക്ലീൻലിനെസ്സും പബ്ലിക് ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്താൽ വി വിൽ ഹാവ് എ മച്ച് ഹെൽത്തിയർ പോപ്പുലേഷൻ, ആൻഡ് അവർ കോസ്റ്റ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് ഓർ അസുഖങ്ങളൊക്കെ ഒത്തിരി കുറയും. ഇപ്പം നമ്മുടെ അസുഖങ്ങൾ പകുതിയും ഒരുമാതിരി ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. പോളിയോ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അത് മലം വെള്ളത്തിൽ വീണിട്ട് ആ വെള്ളം കുടിക്കുമ്പോഴാണ് പോളിയോ ഉണ്ടാകുന്നത്. പോളിയോ വാക്സിനേഷൻ വഴി നമുക്ക് അസുഖം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അസുഖം വരാതിരിക്കാൻ. പക്ഷേ അതിൻ്റെ ബേസിക് കോസ് എങ്ങനെയാണ്? ഈ മലം കലർന്ന വെള്ളം കുടിച്ചാണ് ആ പോളിയോ വൈറസ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഷിഗല്ല എന്തോ
ഏതാണ്ട് 550 പേർക്കും എങ്ങാണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഷിഗല്ല ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ വളരെ മോശമായ ഒരു സംഗതിയാണ്. അതും ഈ വെള്ളത്തിൽ വന്നിട്ട് ആ മലം കലർന്ന വെള്ളം കുടിച്ചിട്ട് അസുഖം ഉണ്ടാകുക. നമ്മുടെ ആശുപത്രികളിലൊക്കെ ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. ആ പേഷ്യൻസൊക്കെ ഇങ്ങനത്തെ ഈ വെള്ളം കുടിച്ചിട്ട് അസുഖം വരുന്നതാണ്, അല്ലെങ്കിൽ കൊതുക് കടിച്ചിട്ട് അസുഖം വരുന്നതാണ്. ഇങ്ങനെയുള്ള ഡിസീസസ് നമ്മൾ മാനേജ് ചെയ്യണം. കാരണം കൊതുകില്ലെങ്കിൽ കൊതുക് വഴി ഉണ്ടാകുന്ന അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ വെള്ളം കൃത്യമായിട്ടുള്ളതാണെങ്കിൽ അവിടെയും നമുക്ക് ഒത്തിരി. അപ്പോൾ prevention of diseases is a very important area, and we must all become informed in prevention. ആൻഡ് പ്രിവെൻഷൻ്റെ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര ആശുപത്രികളല്ല വേണ്ടത്, നമുക്ക് കൂടുതലും റിട്ടയർമെൻറ്റ് ഹോംസും അതിനനുസരിച്ച്. ഇപ്പം ദ ചീഫ് മിനിസ്റ്റർ ഹാസ് സെഡ് ദാറ്റ് വി ആർ ഹാവിങ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ സീനിയർ സിറ്റിസൺസ്. അപ്പം ഇഷ്ടംപോലെ സീനിയർ സിറ്റിസൺസ് കേരളത്തിലുണ്ട്. അവരുടെ കഴിവും അറിവും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനൊരു അവസരമുണ്ട്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള ഡിസൈൻ ഫോർ സീനിയർ സിറ്റിസൺസിനുള്ള വാക്ക് വേ മറ്റും നമ്മുടെ റോഡിലുണ്ടാകണം. ഇവിടുത്തെ റോഡ് വേയിൽ കൂടിയൊക്കെ ഈ വാക്ക് വേയിൽ കൂടിയൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയോ തട്ടിമുട്ടിയും വീഴാനുള്ള സാഹചര്യമാണ്. കുഴിയും കല്ലും എല്ലാം അവിടെ, പാർക്കിങ്ങും ഒക്കെ. അതുപോലെ തന്നെ വണ്ടികളൊക്കെ റോഡിൽ പാർക്ക് ചെയ്യാതെ, റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാതെ, ഈ പേയ്മെൻറ്റിൽ പാർക്ക് ചെയ്യാതെ പാർക്കിംഗ് ലോട്ട്സ് ഉണ്ടാക്കണം. വി നീഡ് ഈ പറഞ്ഞ 50 നില കെട്ടിടങ്ങൾ പോലെയുള്ള പാർക്കിംഗ് ലോട്ട്സ് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് പാർക്കിങ്ങിൽ ഒത്തിരി, ഇതൊക്കെ ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. പണം ഇഷ്ടം പോലെ ഇപ്പം കേരളത്തിൻ്റെ തന്നെ 5 ലക്ഷം കോടി എങ്ങാണ്ടാണ് നമുക്ക് കടമായിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക ഒരു പ്രതിസന്ധിയിൽ നമ്മൾ കിടക്കുന്നത്. ആ 5 ലക്ഷം കോടി രൂപ എങ്ങനെയാണ് നമ്മൾ വീട്ടുന്നത്, നമ്മൾ അതിലുപരി എങ്ങനെയാണ് ഇന്നൊവേറ്റീവായിട്ട് ഇവിടെ ടൂറിസവും ഇപ്പം ടൂറിസത്തിൽ തന്നെ പറയുകയാണെങ്കിൽ മെട്രോ 24 മണിക്കൂറും ഓടണം. ഓക്കെ, ഇന്ന് നൈറ്റിലാണെങ്കിൽ 11 മണി കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാ 15 മിനിറ്റും മതി. പക്ഷേ മെട്രോ 24 hours ഓടുമ്പം അത് ഒത്തിരി ഉപയോഗം വരും. ഒത്തിരി പേര് രാത്രിയിലും മറ്റും ജോലിക്ക് പോകും. അവർ വർക്ക് ആൻഡ് അവർ എക്കോണമി മസ്റ്റ് ബി 24/7 days a week. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിലോട്ട് ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. ഇപ്പം നമ്മൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു 5 മണിക്കൂർ അങ്ങേയറ്റം, 3 മണിക്കൂർ ഭക്ഷണം കഴിക്കാനും അതും ഇവിടെയും വർത്താനമൊക്കെ ആയിട്ടല്ലാതെ വി ആർ നോട്ട് എ വെരി പ്രൊഡക്റ്റീവ് സൊസൈറ്റി. ആൻഡ് വി മസ്റ്റ് ബ്രിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രി. ഇവിടെ ഇന്ത്യയിൽ ഒത്തിരി കാർ കേരളത്തിൽ വിൽക്കുന്നുണ്ട്, എല്ലാ ബ്രാൻഡും ഉണ്ട്. പക്ഷേ ഒരൊറ്റ കാർ മാനുഫാക്ചറിങ് ഇവിടെ ഇല്ല. എന്തുകൊണ്ടാണ്? ഹൗ ഡു വി ഗെറ്റ് എ കാർ മാനുഫാക്ചറിങ് കമ്പനി ടു കം ആൻഡ് ബേസ് ഇൻ കേരള? വൈ നോട്ട്? വി ഷുഡ്. അല്ലെങ്കിൽ ഒരു ബോട്ട് മാനുഫാക്ചറിങ് കമ്പനി എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല? ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സാണ് ഇവിടെ വരേണ്ടത്. അങ്ങനെയുള്ള ആ ഇൻവെസ്റ്റ്മെൻറ്റ്സിലാണ് നമുക്ക് ഈ പറയുന്ന ഹൈ പെയ്ഡ് ജോലികൾ വരാൻ പോകുന്നത്. ആ IT ഈസ് വെരി ഗുഡ്, ബട്ട് ഈ പറയുന്ന ബ്രിക്ക് ആൻഡ് മോട്ടർ എന്ന് പറയുന്ന പഴയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ, അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഒക്കെ ഒരു ഫെസിലിറ്റേഷൻ ഉള്ള ഒരു ന്യൂ ഏജിലോട്ട് നമ്മൾ കടക്കണം. ആൻഡ് ഐ എം വെരി ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ആൻഡ് വാട്ട് ഹി ഈസ് അറ്റംപ്റ്റിംഗ് ടു ഡു, ആൻഡ് വി വിഷ് ഹിം ഓൾ ദ ബെസ്റ്റ്. At the same time, I feel that he should win the collaboration and cooperation of NRIs all over the world, and അവരുടെ സഹായത്തോടു കൂടിയാണ് നമുക്കിവിടെ കേരളത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്നത്. ഞാനാണേലും അമേരിക്കയിൽ നിന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരാനൊക്കെ ഒത്തിരി ശ്രമം ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. അതിനൊരു 200 കോടി രൂപയാകും ആ ഒരു വെഞ്ചറിന്, ഈ പറയുന്ന മലം ഇലക്ട്രിസിറ്റി. എന്നാൽ ഈ പറഞ്ഞ 25 crores ആണ് ഈ ഫ്യൂവൽ സെൽ യൂണിറ്റിൻ്റെ കോസ്റ്റ്. അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ നമുക്ക് 5 കോടി രൂപയ്ക്ക് മാനുഫാക്ചർ ചെയ്യാം. അതിനൊരു 1000 ഓർഡറെങ്കിലും കാണും ഇന്ത്യയിൽ തന്നെ. അപ്പം ആ ഫ്യൂവൽ സെൽ എനർജിക്കുള്ള ആ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനുള്ള ആ മെഷീൻ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലോട്ട് നമ്മൾ നീങ്ങണം. അത് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റിന് 25 കോടിയാണ് വില. ഇവിടെ 5 കോടി രൂപയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ടൂറിസം, വി ഷുഡ് ഹാവ് ഫിനോമിനൽ ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ തന്നെ ദിസ് ഈസ് ദ ടൈം വെൻ ദ വേൾഡ് കപ്പ് ഈസ് ഹാപ്പനിങ്. ഫുട്ബോൾ, നമുക്കിവിടെ ഫെസിലിറ്റീസ് ഇല്ല. നമ്മുടെ സ്റ്റേഡിയംസൊക്കെ വളരെ പോറാണ്. നമുക്ക് ആ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണം. അത് ഈ മെട്രോ ഈസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. കാരണം മെട്രോയിൽ ഒത്തിരി പേർക്ക് വരാം. അപ്പം മെട്രോ മസ്റ്റ് എക്സ്റ്റെൻഡ് ഫർദർ ഔട്ട് ഓഫ് കൊച്ചിൻ ടു ട്രിച്ചൂർ ആസ് വെൽ ആസ് ടു കോട്ടയം സൈഡ്, അറ്റ്ലീസ്റ്റ് ടു പിറോൺ റോഡ് ഏരിയ. അവിടെ ഹിന്ദുസ്ഥാൻ പേപ്പർ മില്ലിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, 650 ഏക്കർ സ്ഥലം. അതാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊച്ചിയുടെ ഒരു സദേൺ ടിപ്പ്.
അല്ലെ ഒരു സദേൺ എൻഡ്. അപ്പം ദിസ് ഈസ് മൈ ഫസ്റ്റ് ടോക്ക് ആസ് എൻ ഇൻട്രൊഡക്ഷൻ ടു കേരള. ആൻഡ് ഇൻ കൺക്ലൂഷൻ, ഓരോ ടോക്കിൻ്റെയും സമയത്ത് ഐ വിൽ ടോക്ക് അബൌട്ട് എ ബുക്ക്. അപ്പോൾ എനിക്കൊരു ബുക്കിനെ കുറിച്ചാണ് ഇനിയും പറയാനുള്ളത്. ആ ബുക്ക് മഹാത്മാഗാന്ധി കൈകൊണ്ട് എഴുതിയ ഒരു ബുക്കാണ്. കപ്പലിൽ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അദ്ദേഹം ആ കപ്പലിൽ 10 ദിവസം കൊണ്ട് എഴുതിയൊരു ബുക്കാണ്. ഈ ബുക്ക് വലിയ 150 പേജ് പോലും ഇല്ല, അതിൽ ചെറുതാണ്. ആ ബുക്ക് ഇവിടെ പലയിടത്തും കിട്ടാൻ പോലുമില്ല. ഐ വുഡ് ലൈക്ക് ഹിന്ദ് സ്വരാജ് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അത് ബ്രിട്ടീഷുകാരത് ബാൻ ചെയ്തൊരു ബുക്കാണ്. പല കാര്യത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. വക്കീലന്മാരുടെ കാര്യങ്ങളും ഡോക്ടർമാരുടെ കാര്യങ്ങളും ആ അദ്ദേഹത്തിൻ്റെ ആ പീസും നോൺ വയലൻസും ഉള്ള ആ തത്വം തന്നെ അദ്ദേഹത്തിന് ഫോർമാറ്റ് ചെയ്യാൻ പറ്റിയത് ഈ ബുക്കിൽ കൂടിയാണ്. ഞാൻ ആ ബുക്ക് ഒരു 25 വർഷം മുമ്പാണ് ഒരു പ്രാവശ്യം അമേരിക്കയിൽ വെച്ച അന്ന് ഞാനത് ആദ്യം കാണുന്നതും വായിക്കുന്നതും ഒക്കെ. അതെനിക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു ബുക്കാണ്. ആ ബുക്ക് വഴി എനിക്കൊത്തിരി കോൺഷ്യസ്നെസ് ഉണ്ടായി. എൻ്റെ ലൈഫിൽ തന്നെ അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റം വരുത്താൻ. I think that even the green bio toilets has come as a result of my being inspired by Mahatma Gandhi. So I would like to request every one of you to get copy of Hind Swaraj. I'm sure it is available on the YouTube or in the book search, and market that book, publicize it, and get people to read it. അത് 1909 അദ്ദേഹം എഴുതുന്നത്. ഇന്നിപ്പം 115 വർഷത്തോളമായി. സോ ഹിന്ദ് സ്വരാജ് ഇസ് എ ഗ്രേറ്റ് ബുക്ക്. ആൻഡ് ഇൻ ദ പ്രിൻസിപ്പിൾസ് ആ ബുക്കിനകത്തുള്ള പ്രകാരമാണ് ഞാൻ ഇന്നത്തെ ഈ ടോക്ക് ഒരുമാതിരി സംസാരിച്ചിരിക്കുന്നതും. ഐ എം വെരി ഹാപ്പി ടു ബി ഇൻവോൾവ്ഡ് ഇൻ ദിസ് ടോക്സ് ആൻഡ് ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു അഗെയിൻ ആൻഡ് സീയിങ് യു in the near week. Every week, I believe this will be coming out. And welcome to Kerala, and bring your ideas, bring your investments, bring your thoughts, and let us transform Kerala and Kochi into a new land, and land of opportunity for everybody all over the world. God bless you. Thank you very much.